നമസ്കാരം. ഞാനിപ്പോൾ ഇരുന്ന വീഡിയോയിൽ ഇന്നലെ രാത്രി ഡ്രൈവർമാർക്കുണ്ടായ ഒരു സംഭവത്തെ പറ്റിയാണ്, ലോറി ഡ്രൈവർമാർക്കുണ്ടായ ഒരു 3-4 വണ്ടിക്കാർക്കുണ്ടായ ഒരു സംഭവത്തെ പറ്റിയാണ് വീഡിയോ പറയുന്നത്. ഈ സംഭവം നടന്നത് മഹാരാഷ്ട്രയിൽ ടെമ്പുർണി കർമ്മല നഗർ പോകുന്ന വഴിയിൽ തമിഴ്നാട് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞ ധാബയിൽ വാഹനം നിർത്തി കിടന്നുറങ്ങിയ ഡ്രൈവർമാർക്കാണ് പറഞ്ഞത് പറ്റിയ അവസ്ഥ, വണ്ടിക്കാർക്ക് പറ്റിയ അവസ്ഥയാണ് പറഞ്ഞത്. ഏകദേശം ഒരു 40-45 വണ്ടികളുണ്ടായിരുന്നു. രാത്രി എല്ലാ വണ്ടിക്കാരും ധാബയിൽ നിർത്തി. അവിടെ സെക്യൂരിറ്റി ഉണ്ട് ധാബയിൽ. ഒരു മലയാളിയുടെ ന്യൂ കേരള ടയർ കട എന്ന് പറഞ്ഞാൽ കേരള ടയേഴ്സ് എന്ന് പറഞ്ഞൊരു ടയർ കടയുണ്ട്. ആ ടയർ കടയിൽ അവിടെ ടയർ കടയുണ്ട്. ധാബ് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ധാബയാണ്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. രാത്രി സെക്യൂരിറ്റി ഉണ്ട്. അവിടെ വണ്ടി നിർത്തി എല്ലാ ഡ്രൈവർമാരും കിടന്നുറങ്ങി. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരുന്ന ക്ഷീണത്തിലാണ് ഡ്രൈവർമാർ അവിടെ കിടന്നുറങ്ങിയത്. സേഫ്റ്റിയാണെന്ന് വിശ്വസിച്ചിട്ടാണ്, സുരക്ഷിതമാണെന്ന് വിശ്വസിച്ച് അവിടെ കിടന്നുറങ്ങിയതാണ്. നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റപ്പോൾ ഡ്രൈവർമാർ കാണുന്ന രംഗങ്ങളാണിത്. ആയുധ വണ്ടി 14 വീലിൻ്റെ വണ്ടിയുടെ ഡീസൽ ടാങ്ക് പൊളിച്ചു, അതിൻ്റെ കേജ് എല്ലാം തുറന്ന് അതിന് നട്ടുമൊക്കെ ലൂസാക്കി അതിൽ നിന്ന് 1 ലിറ്റർ ഡീസൽ പോലും ഇല്ലാതെ മൊത്തം ഡീസൽ അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അവിടെ പെട്ടു വണ്ടി. അത് കഴിഞ്ഞപ്പോൾ ആ ഡ്രൈവർ നോക്കിയപ്പോൾ അടുത്ത വണ്ടിയുടെയും തന്നെ ഇതേപോലത്തെ അവസ്ഥ തന്നെ വന്നേക്കാം. മൊത്തം 4 വണ്ടികൾ ഇവിടെ പോയിട്ടുണ്ട്. എന്നാൽ ഇതിനെ പറ്റിയിട്ടൊരു FIR ഇടാനോ കേസ് എടുക്കാനോ ഒന്നും ഇപ്പോൾ ധാബക്കാർ തയ്യാറാവുന്നുമില്ല. ഇതുണ്ടോ രണ്ടാമത്തെ വണ്ടി കണ്ടോ, രണ്ടാമത്തെ വണ്ടിയുടെ ടാങ്ക് തുറന്നു. അത് പിന്നെ പഴയ വണ്ടി കാരണം ലോക്ക് പൊട്ടിച്ചാൽ മതി. ലോക്ക് പൊട്ടിച്ച് അതിൽ നിന്നും ഒരു തുള്ളി ഡീസലില്ലാണ്ട് മൊത്തം ഊറ്റിയെടുത്തു. ഇതൊക്കെ ഒരു 460 ലിറ്റർ ടാങ്ക് പിടിക്കുന്ന ഡീസൽ പിടിക്കുന്ന ടാങ്കുകളാണ്. ഇതിലെല്ലാം ഫുൾ ടാങ്ക് വണ്ടികളാണ്. ഒക്കെ ലോഡ് കയറ്റി വരുന്ന വണ്ടികളാണ്, കാരണം ഫുൾ ടാങ്ക് വണ്ടികളാണ്. അടുത്ത വണ്ടി മൂന്നാമത്തെ വണ്ടി എടുത്ത്. മൂന്നാമത്തെ വണ്ടിയുടെ കേജാണ്. കേജിന് അവിടെ 8-9 സ്പാനർ വെച്ച് അത് തുറന്ന് അവിടുന്ന് ഊറ്റി. ഇത് ഒരാളോ രണ്ടാളായിട്ട് ചെയ്യുന്നതല്ല, ഒരു ടീം അടക്കം വന്നിട്ട് ചെയ്യുന്നതാണ്. അതിന് ഈ മറ്റേ ഹോട്ടലുകാർക്ക് പങ്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിനെപ്പറ്റി FIR ഇടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്കാർ സംസാരിച്ച് കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ധാബയിലെ സെക്യൂരിറ്റിക്കാരും ഈ ഹോട്ടലുകാരും സംസാരിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് നാലാമത്തെ വണ്ടിയുടെയും അത് 14 വീലാണ്, 460 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതിൻ്റെ ടാങ്കും കുത്തിപ്പൊട്ടിച്ച് അതിനകത്തുനിന്നും ഫുൾ ടാങ്ക് ഡീസൽ 1 ലിറ്റർ ഡീസൽ വരെ ഇല്ലാതെ മൊത്തം ഊറ്റിയെടുത്തു. അപ്പോൾ ഇത്ര ഊറ്റിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ ഒരു രാത്രി കൊണ്ട് കുറഞ്ഞതൊരു 1500-1600 ലിറ്റർ ഡീസൽ ഈ 4 വണ്ടികൾക്കും കൂടി പോയിട്ടുണ്ട്. കാരണം ഒക്കെ 400-450 ലിറ്റർ ഡീസൽ പിടിക്കുന്ന ടാങ്കുകളാണ് ഒക്കെ പോയി. അപ്പോൾ നമ്മളിതിനെപ്പറ്റി കേസ് കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ധാബക്കാരോട് പറയുമ്പോൾ അവർക്കൊരു താല്പര്യമില്ല. അപ്പോൾ അത് കാരണം ഈ ധാബകളിലൊക്കെ വാഹനം നിർത്തുന്ന ഡ്രൈവർമാരെല്ലാം ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ